everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Larry Days, your physics master teacher. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ് ആണ്. കാരണം മേ ബി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന എക്സാമിന്റെ തലേ ദിവസമായിരിക്കും, വോട്ട് എവർ ഇറ്റ് മേ ബി. നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് ഒരു പോസിറ്റീവ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. ആൻഡ് ദെൻ നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ടെൻഷനേ വേണ്ട. ആൻഡ് നിങ്ങളുടെ ടെൻഷൻ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ്, മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഓഫ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഫാർ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സിനും +1 എല്ലാ ചാപ്റ്റേഴ്സിനും റിവിഷൻ ക്ലാസ്സസ് ഇപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് സെഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ PYQs ആഡ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസ് നടക്കുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2020 സീരീസ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് എന്താ പറയുക വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ആൻഡ് നിങ്ങളുടെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാരത്തൺ ഉണ്ടായിരിക്കും, അതിൽ ഒരു സംശയമില്ല. എക്സാം വരുന്നത് December 21 സോ December 21 മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് മാരത്തണും ഷോർട്ട് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഫോർമുല റിവിഷനും എല്ലാം നമ്മൾ ചെയ്തിരിക്കും. സോ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും റെഫർ ചെയ്യുക. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ലൈക്ക് ചെയ്യണം മക്കളെ. ആൻഡ് ഓൾസോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രത്തോളം റീസൺ ഉണ്ട്. ആൻഡ് ക്രിസ്മസ് എക്സാം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, അല്ലെ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ബോർഡ് എക്സാം ആണ്. ആൻഡ് ഓൾസോ തന്നെ നമ്മുടെ കോമ്പറ്റീവ് എക്സാംസ് ആയി. സോ ഇതിനെല്ലാം നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്, ഗൈഡൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, സോ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് ലെക്ചേഴ്സ്, എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് ഒരു 2-3 ചാപ്റ്റേഴ്സ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. നിങ്ങൾക്ക് റിവിഷൻ, ഇത് പ്രോപ്പർ റിവിഷൻ ആണ് കേട്ടോ, റിവിഷൻ ക്ലാസ് ആണ്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വേണ്ടത് അല്ലെങ്കിൽ വൺ ഷോട്ട് ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് ക്ലാസ്സസ്, ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ജസ്റ്റ് നിങ്ങൾ അത്യാവശ്യം ഒതുക്കുന്ന ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ, ഒന്ന് എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യാനാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. സോ യെസ്, ഫസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ എന്താണ് സ്കേലാർ, എന്താണ് വെക്ടർ? നമുക്കറിയാമല്ലോ, സ്കേലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ഫോളോ വെക്ടർ ഓൾജിബ്ര, അല്ലെ വെക്ടർ അഡീഷൻ റൂൾസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, അത് ഒബേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മൾ സ്കേലാറും വെക്ടറും പറയുമ്പോൾ നമ്മൾ പറയുന്ന ഡിഫറൻസസ്. ഓക്കെ അല്ലെ? അപ്പൊ സ്കേലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് നമുക്ക് അറിയാം അല്ലെ. സ്പീഡ് എന്താണ്, സ്കേലാറിന് എക്സാമ്പിൾ ആണ്. അതേസമയം വെലോസിറ്റി കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലെ, ദാറ്റ് ഈസ് എ വെക്ടർ. ആൻഡ് ഓൾസോ ഡിസ്റ്റൻസ്, അതൊരു എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് സ്കേലാർ ആൻഡ് വെക്ടർ എന്ന് പറയുമ്പം എന്താ പറയുക ഒരുപാട് എക്സാമ്പിൾസും അതുപോലെ അത് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് നമുക്കറിയാം. ഹാസ് മാഗ്നിറ്റ്യൂഡ്, ഡസൻറ്റ് ഹാവ് ഡയറക്ഷൻ. ഹിയർ വി ക്യാൻ സി വെക്ടേഴ്സ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ അതിന് എക്സാമ്പിൾ ആണ് വെലോസിറ്റി, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ, മൊമെന്റം. ഇതെല്ലാം എന്താണ്, വെക്ടറിന് എന്താ പറയാ വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെയാണെങ്കിൽ മാസ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, വർക്ക് ഉണ്ട്. ഇതെല്ലാം എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റീസും ആണ്. ക്ലിയർ ആയില്ലോടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് വരും, പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ കുറിച്ച് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഒറിജിനിൽ നിന്നും പോയിന്റ് എയിലോട്ടുള്ള പൊസിഷൻ വെക്ടർ ആണെന്ന് പറയുന്നത് RA എന്ന് പറയുന്നത്. ആൻഡ് ഒറിജിനിൽ നിന്നും ബിയിലോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് RB. അതാണ് നമ്മുടെ ഒറിജിനിൽ നിന്നും ബിയിലോട്ടുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഈ എയും ബിയും തമ്മിലുള്ള ഈ രണ്ട് സംഭവം ഉണ്ടല്ലോ, അതായത് എയും ബിയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. മനസ്സിലായല്ലോ? സോ എന്താണ് പൊസിഷൻ വെക്ടർ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ്. എന്താണ്, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? അഫ്കോഴ്സ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം അല്ലേ. ആൻഡ് അഫ്കോഴ്സ് അതിന് എന്തായിരിക്കണം, ഡയറക്ഷനും സെയിം ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. സോ ഇതിൽ നമ്മുടെ അടുത്ത് ഏതാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ സെയിം അല്ല. സോ അതെന്തല്ല, ഇക്വാലിറ്റി അല്ല. ഇവിടെ ഡയറക്ഷൻ സെയിം ആണ്, പക്ഷെ എന്തല്ല, മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അപ്പം അത് ഈക്വൽ അല്ല. ആൻഡ് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ രണ്ടിന്റെയും ഡയറക്ഷൻ എന്താണ്, എക്സാക്ട്ലി ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ് അല്ലെ. ഇത് രണ്ടും ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. പക്ഷെ C നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ഡയറക്ഷനിലോട്ട് തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ്
എന്താണ് സി എന്ന് പറയുന്നത് ഒരു ഈക്വൽ വെക്ടർ, സിയിലുള്ള രണ്ട് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആണെന്ന് പറയും. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം സെയിം ആയതുകൊണ്ട് ഒരിക്കലും വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമുക്ക് വെക്ടർ എന്താ പറയുക വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണെങ്കിൽ മാത്രം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഒരു വെക്ടറിന്റെ ഒപ്പം നമ്മൾ ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? The factor lambda by which a vector A is multiplied could be a scalar, okay, having its own physical dimension. Then the dimension of lambda A is the product of the dimension of lambda into A. ഓക്കെ അല്ലെ? ലാംഡ ടൈംസ് എ എന്ന് വരും. സോ ഇവിടെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വി ഗോട്ട് ദിസ്. ആൻഡ് നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എനെ നമ്മൾ എന്ത് ചെയ്തു? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇതിന്റെ ഹാഫ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടി. ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിനെ -1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? എക്സാക്ട്ലി സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടി? സെയിം വെക്ടറിന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്തതാണ് നമ്മൾ പറയുന്ന അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ലോസ് ആണ് ഉള്ളത്. എന്താണ്? ട്രയാങ്കിൾ മെത്തേഡും അതുപോലെ തന്നെ പാരലലോഗ്രാം മെത്തേഡും. അപ്പോൾ എന്താണ് ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? വെക്ടർ എ ഉണ്ട്, വെക്ടർ ബി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? വെക്ടർ എയും വെക്ടർ ബിയും ഓക്കെ, അതിന് രണ്ടിനും നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ രണ്ട് വശങ്ങളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡ് ഉണ്ടല്ലോ, ആ മൂന്നാമത്തെ സൈഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന്റെ റിസൾട്ടന്റ് തരുന്നത്. ഓക്കെ അല്ലെ? എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. സോ ദിസ് ഇസ് സി വെക്ടർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി ഇസ് ആക്ച്വലി എന്താണ്? എ പ്ലസ് ബി ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് അഡീഷൻ. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് when two vectors are represented as two sides of the triangle, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഓക്കെ അല്ലെ? in the order of magnitude and direction. നോക്കിക്കേ, ഇവൻ ദാ ഇങ്ങനെ വന്നു, അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ആരെ വെച്ചു? ഇവനെയും വെച്ചു. ആൻഡ് the third side of the triangle represents the magnitude and direction of the resultant vector. അപ്പൊ നമുക്ക് സി എന്ന് പറയുന്നത് എന്ത് തരും? ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തരും. ആൻഡ് ഇതിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിന്റെ ഫ്ലോ എങ്ങനെയാണ്? യെസ്, ഇവിടെ വന്നു, ഇവിടെ വന്നു അല്ലെ? ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ശരിക്കും സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാവണമായിരുന്നു? ഇങ്ങനെയാവണമായിരുന്നു അല്ലെ? പക്ഷെ നമുക്കറിയാം തേർഡ് വെക്ടർ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് വരുന്നത്. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് ട്രയാങ്കിൾ ലോ മനസ്സിലായി. ഇനി അടുത്താണ് പാരലലോഗ്രാം ലോ. Parallelogram rule says that if two vectors place, നമ്മളിപ്പോൾ നേരത്തെ ചെയ്തല്ലോ വെക്ടർ ട്രയാങ്കിൾ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? യെസ്, ഇങ്ങനെയാണ് ചെയ്തത്. അതായത് ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് കോമൺ അല്ല അല്ലെ? എ എന്ന് പറയുന്ന വെക്ടറിന്റെയും ബി എന്ന് പറയുന്ന വെക്ടറിന്റെയും ഇനീഷ്യൽ പോയിന്റ് കോമൺ അല്ല. പക്ഷെ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് രണ്ടിന്റെയും ഇനീഷ്യൽ പോയിന്റുകൾ നമ്മൾ സെയിം ആക്കാൻ പോവാണ്. ഓക്കെ അല്ലെ? ഇനീഷ്യൽ പോയിന്റുകൾ നമ്മൾ സെയിം ആക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the parallelogram rule says that if we place two vectors, so they have the same initial point and then complete the vectors into a parallelogram. അതായത് നമ്മൾ എ വെച്ചു, ബി വെച്ചു. ഓക്കെ അല്ലെ? ദിസ് ഇസ് എ വെക്ടർ ആൻഡ് ദിസ് ഇസ് ബി വെക്ടർ. ഇതെന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് സൈഡ് ആയിട്ട് നമുക്ക് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എക്ക് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്റെ ഒരു എന്താ പറയാ ഒരു വര നമ്മൾ വരയ്ക്കും. അതുപോലെ തന്നെ ബിക്ക് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് എ പാരലലോഗ്രാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽ ഉണ്ടല്ലോടാ, അതായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഈ ഒരു ഇനീഷ്യൽ പോയിന്റ് രണ്ടിന്റെയും കോമൺ പോയിന്റ് ആണ് അല്ലെ? അവിടെ നിന്നും നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽ ഉണ്ടല്ലോ, ആ ഡയഗണൽ ആണ് എന്ന് പറയുന്നത് സം ഓഫ് ദീസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ അല്ലടാ? വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എ വെക്ടർ ആൻഡ് ദിസ് ഇസ് അവർ ബി വെക്ടർ. നമ്മൾ എന്ത് ചെയ്തു? ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ ഈ ഒ പി വെക്ടർ അല്ലെങ്കിൽ എ വെക്ടർ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് നമ്മുടെ ഈ രണ്ട് വെക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഒരു വേറൊരു വേർഷൻ ആണ് അല്ലെ? ക്യു എസ് എന്ന് പറയുന്നത് തന്നെയാണ് ഒ പി അല്ലെ? ഒ പി ഇസ് ഈക്വൽ ടു ക്യു എസ് ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒ ക്യു ഇസ് ഈക്വൽ ടു എസ് പി അല്ലെ? ദിസ് ഇസ് എ വെക്ടർ എ ആണ് ആൻഡ് ദിസ് ഇസ് ആക്ച്വലി വെക്ടർ ബി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എസ് നിന്നൊന്നും നമ്മൾ എന്ത് ചെയ്തു? താഴത്തോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് രണ്ടും കോമൺ ആയിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ എന്ത് വിളിച്ചു? എൻ എന്ന് വിളിച്ചു കേട്ടോ. സോ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷനും ഒരു അഡീഷണൽ ഒരു ട്രയാങ്കിൾ അല്ലെ? ട്രയാങ്കിൾ എസ് എൻ പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും കൂടെ ഇവിടെ ഫോം ചെയ്തു. അപ്പോൾ അത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് OSN സ്ക്വയർ. സോറി, OSN എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എനിക്കറിയാലോടാ, അതായത് എനിക്ക് അറിയേണ്ടത് ദിസ് ഇസ് ദ റിസൾട്ടന്റ് ആർ അല്ലെ? ഇതാണ് ആർ എന്ന് പറയുന്നത്. OS ആണെന്ന് പറയുന്നത് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും OS സ്ക്വയർ ഇസ് ഈക്വൽ ടു ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് OS സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ON എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം? OP പ്ലസ് PN അല്ലെ? ദ ഹോൾ സ്ക്വയർ പ്ലസ് SN സ്ക്വയർ.
അപ്പൊ മോയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ റിസൾട്ടന്റ് ആണ് അല്ലെ, റിസൾട്ടന്റിന്റെ സ്ക്വയർ. ഒ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെക്ടർ എ അല്ലെ, പ്ലസ് പി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എൻ തന്നെ കിട്ടും. അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എസ് എൻ സ്ക്വയറിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല, എസ് എൻ സ്ക്വയർ കിട്ടും. അപ്പം എനിക്കിനി വേണ്ടത് പി എന്നിനെയും അതേപോലെ തന്നെ എസ് എന്നിനെയും എനിക്ക് ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി എനിക്ക് വേണം. അപ്പൊ അതാണ് എന്റെ അടുത്ത ഒരു പ്രൈമർ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എസ് എൻ പി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഞാൻ സൈൻ തീറ്റ കണ്ടുപിടിക്കുവാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഇസ് എസ് എൻ ഡിവൈഡഡ് ബൈ എന്ത് വരും, ബി വരും അല്ലെ. അതായത് എസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ബി തന്നെയാണ്, ബി വെക്ടർ തന്നെയാണ്. സോ എനിക്ക് കിട്ടി എസ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. എഗെയിൻ ഞാൻ അവിടെ തന്നെ കോസ് തീറ്റ കണ്ടുപിടിച്ചു, സെയിം ട്രയാങ്കിൾ. അപ്പൊ എനിക്ക് മനസ്സിലായി അതിന് പി എൻ ഡിവൈഡഡ് ബൈ ബി വരും. സോ എനിക്ക് കിട്ടി അല്ലെ, പി എൻ ഡിവൈഡഡ് ബൈ ബി ആണ് വരിക. സോ എനിക്ക് കിട്ടി പി എൻ വിച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, റിസൾട്ടന്റിന്റെ ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മളിപ്പോ കണ്ടുപിടിച്ച ബി എന്നിന്റെയും എസ് എന്നിന്റെയും പി എന്നിന്റെയും വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എ വെക്ടർ, ഓക്കെ, ആദ്യം റിസൾട്ടന്റ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് പി എന്നിന് പകരം എന്താണ് കൊടുക്കേണ്ടത്, ബി കോസ് തീറ്റ അല്ലെ ഹോൾ സ്ക്വയർ പ്ലസ് എസ് എന്നിന് പകരം എന്താണ്, ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ നമുക്കറിയാം ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലാണ്. സോ ഞാൻ എഴുതി എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, എ സ്ക്വയർ ഞാൻ അവിടെ തന്നെ ഇട്ടു പ്ലസ് 2ab കോസ് തീറ്റ ഞാൻ അങ്ങനെ തന്നെ ഇട്ടു പ്ലസ് ബി സ്ക്വയർ ഞാൻ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ ഉള്ളത്, ഈ രണ്ട് ടേം ഉണ്ട്, ഇതിൽ ബി സ്ക്വയർ കോമൺ എടുത്താൽ എനിക്ക് കിട്ടും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതിന്റെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വിച്ച് ഇസ് ആക്ച്വലി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആർ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ എന്ന് എനിക്ക് വരും. ഓക്കെ അല്ലെ, ദിസ് ഇസ് ദ റിസൾട്ടന്റിന്റെ വാല്യൂ. ഇനി ലെറ്റ്സ് സേ സപ്പോസ് നമ്മുടെ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ടാൻ ആൽഫ അല്ലെ, ടാൻ ആൽഫ കണ്ടുപിടിക്കണം. ടാൻ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, യെസ് ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഇസ് എന്താണ്, എസ് എൻ ആണ്. എസ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി സൈൻ തീറ്റയാ. സോ ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഓക്കെ, അഡ്ജസൻ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒ പി പ്ലസ് പി എൻ. ഒ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വെക്ടർ ആണ്, പി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ again കണ്ടുപിടിച്ചിട്ടുണ്ട് ബി കോസ് തീറ്റ. So this is the എന്തെന്ന് പറയുന്നത് direction. So നമ്മൾ ആൽഫ കണ്ടുപിടിക്കണം. So that is equal to tan inverse into b sin theta divided by a plus b cos theta എന്ന് വരും. ക്ലിയർ ആയില്ലോടാ? ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? സോ ഇത് നമുക്കൊരു 4 മാർക്ക് വെയിറ്റേജിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, യെസ് മാഗ്നിറ്റ്യൂഡും കിട്ടി, ഡയറക്ഷനും കിട്ടി. ഡയറക്ഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ടാൻ ഇൻവേഴ്സ് ആൻഡ് ദെൻ നമ്മുടെ ക്യൂ ആണെങ്കിൽ ക്യൂ, ഇവിടെ നമ്മൾ നേരത്തെ എക്കും ബിക്കും പകരം ഇവിടെ പിയും ക്യൂവും കിടക്കുന്നതെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ ഇസ് മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 2 ഡയമെൻഷൻ ആണ് അല്ലെ, 2 ഡയമെൻഷൻ ആണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് 2 കോർഡിനേറ്റ്സ് എങ്കിലും വേണം ഒരു പൊസിഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം, ഈ മോഷൻ ഇൻ എ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം, സൈമൾട്ടേനിയസ് ആയിട്ട്, ഓക്കെ, അറ്റ് എ ടൈം നടക്കുന്ന 2 1 ഡയമെൻഷണൽ മോഷന്റെ കൂടിച്ചേരലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ, 2 1 ഡയമെൻഷണൽ മോഷൻസ്, ഓക്കെ അല്ലെ, 1 ഡയമെൻഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്ന 2 1 ഡയമെൻഷണൽ മോഷൻ. ഇതിന്റെ രണ്ടിന്റെയും എന്താണ് കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത്. Then the net motion is the vector superposition of the motion along x and y axis. The 2 independent 1 dimensional motion have time in common. അതായത് സിമ്പിൾ ആണ്, അറ്റ് ദി സെയിം ടൈമിൽ സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുവാണ്, 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 1 ഡയമെൻഷണൽ മോഷൻസ് നടക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അഗെയിൻ നമ്മുടെ പൊസിഷൻ വെക്ടറിലോട്ട് നമ്മൾ വരുവാണ്. പൊസിഷൻ വെക്ടറിലോട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യെസ് നമുക്ക് ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലെ, 2 കോർഡിനേറ്റ്സ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഒറിജിനൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, യെസ് എക്സിന്റെ കമ്പോണന്റ് ആൻഡ് ദെൻ വൈന്റെ കമ്പോണന്റ്. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എക്സ് ഐ ക്യാപ്പ്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, യെസ് ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്, ആൻഡ് വൈ ജെ ക്യാപ്പ്. ഓക്കെ അല്ലെ, സോ ദിസ് ഇസ് സിംപ്ലി പൊസിഷൻ വെക്ടർ ഇൻ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ ഇൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ നമ്മൾ പറഞ്ഞു, 2 പോയിന്റ് ഉണ്ട്, പിയും പി ഡാഷും. ഇതാണ് പൊസിഷൻ വെക്ടർ ഫോർ ഒറിജിനിൽ നിന്നും പിയിലോട്ടുള്ളത്. ആർ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്നും പി ഡാഷിലോട്ടുള്ളത്. ആൻഡ് ഇത് തമ്മിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ദിസ് ഇസ് ആക്ച്വലി ഡെൽറ്റ ആർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ ആറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം.
ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? ഒരു എക്സ് കമ്പോണന്റ് ഉണ്ടായിരിക്കും, വൈ കമ്പോണന്റ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇസ് വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ്. ക്ലിയർ ആയില്ലോടാ? ഇനി അടുത്തത് എന്താ പറയാൻ പോകുന്നത്? യെസ്, വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? dr/dt, the direction of velocity at any point on the path of an object is tangential to the path at that point is in the direction of motion. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആക്സലറേഷൻ. അഗെയിൻ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അതാണ് എക്സ് കമ്പോണന്റ് എ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ കമ്പോണന്റ് എ വൈ ജെ ക്യാപ്. ഇനി ലെറ്റ്സ് സേ സപ്പോസ് നമ്മുടെ കയ്യിൽ ആരുണ്ട്? യെസ്, ഒരു മൂന്നാമതൊരു, അതായത് 3 ഡയമെൻഷനൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും ആക്സലറേഷൻ വരുന്നത്? എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് കെ ക്യാപ്. അതേപോലെ വെലോസിറ്റി പറയുവാണെങ്കിലോ വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ് പ്ലസ് വി സെഡ് കെ ക്യാപ്. ക്ലിയർ ആയില്ലോടാ? അതേപോലെ തന്നെ പൊസിഷൻ വെക്ടർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. ക്ലിയർ ആയില്ലോ? ആൻഡ് ഈ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് എത്രയായിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ വരും. ഇനി വെലോസിറ്റി ആണെങ്കിലോ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ വരും. ഓക്കെ അല്ലടാ? ഇനി അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഡയറക്ഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താ വരിക? എ വൈ ബൈ എ എക്സ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ വെലോസിറ്റി ആണെങ്കിലോ ഇവിടെ വി വൈ ബൈ വി എക്സ് വരും. ഓക്കെ അല്ലേ? സോ ഇതാണ് മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കണ്ടിട്ട് വേണം പഠിക്കാനായിട്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ ഇസ് യെസ്, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാലോ v is equal to v0 at ആണ്. സോ ഇതെല്ലാം എന്ത് തന്നെയാണ്? വെക്ടേഴ്സ് ആണ് അല്ലെ? ടൈം ഒഴിച്ച് നിർത്തിയ ബാക്കി എല്ലാം വെക്ടേഴ്സ് ആണ്. സോ തീർച്ചയായിട്ടും ഇതിന് എന്തുണ്ടായിരിക്കും? എക്സ് കമ്പോണന്റ് ഉണ്ടായിരിക്കും, വൈ കമ്പോണന്റ് ഉണ്ടായിരിക്കും. അതായത് വിക്ക് തന്നെ എക്സ് കമ്പോണന്റ് ഉണ്ട്, വൈ കമ്പോണന്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് വരും? v0 x. ഓക്കെ, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ പ്ലസ് എന്താണ്? a0 x അല്ലെങ്കിൽ ax എന്ന് മതിയായിരിക്കും. ഓക്കെ, ax t എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇവിടെ എന്തായി? v0y പ്ലസ് എ വൈ ടി. ഓക്കെ അല്ലടാ? അപ്പം ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ വി എന്നല്ല പഠിച്ചത്, v0 എന്നല്ല പഠിച്ചത്, യു എന്നാണ് പഠിച്ചെങ്കിൽ വി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ടി എന്ന് വരും. ഓക്കെ അല്ലേ? അതുപോലെ വി വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു വൈ പ്ലസ് എ വൈ ടി എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി റെസൊല്യൂഷൻ ഓഫ് കമ്പോണൻസ് നമ്മൾ പഠിച്ചു കാണും അല്ലെ? റെസൊല്യൂഷൻ ഓഫ് കമ്പോണൻസ് ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ആണ്. സെയിം കമ്പോണൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോഷൻ ഇൻ എ പ്ലെയിൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് സൈമൾട്ടേനിയസ് വൺ ഡയമെൻഷൻ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ അലോങ് ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ആൻഡ് ഓൾസോ ഇപ്പം ലെറ്റ്സ് സേ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ അല്ലേ? ദിസ് ഇസ് വെക്ടർ വി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ടാവും? എക്സ് ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടായിരിക്കും, വൈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടായിരിക്കും. ആൻഡ് എക്സ് ആക്സിസുമായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ തീറ്റയോട് അടുത്ത് കിടക്കുന്ന ഈ അഡ്ജസന്റ് സൈഡ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി വി കോസ് തീറ്റ. ആൻഡ് ഫാർ അവേ ഉള്ളതായിരിക്കും വി സൈൻ തീറ്റ. ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് നോൺ ആസ് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. അതായത് കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു വെക്ടറിനെ എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിലോട്ട് എത്തിയിരിക്കുകയാണ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ അല്ലേ? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. അതായത് നമ്മൾ എറിയുന്ന പ്രൊജക്ടൈൽ, നമ്മൾ കല്ലാണ് എറിയുന്നതെങ്കിൽ കല്ലാണ് പ്രൊജക്ടൈൽ. ഓക്കെ, ഒരു ബോൾ ആണ് എറിയുന്നതെങ്കിൽ ബോൾ ആണ് പ്രൊജക്ടൈൽ. സോ ആ പ്രൊജക്ടൈൽ ഫോളോ ചെയ്യുന്ന പാത്ത്, ഓക്കെ, പാത്ത് അതർവൈസ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാജക്ടറി. ഓക്കെ, ട്രാജക്ടറി. ഓക്കെ അല്ലെ? പാത്ത് അല്ലെങ്കിൽ ട്രാജക്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരാബോളിക് ആയിരിക്കും. ഓക്കെ അല്ലെ? പാരാബോളിക് പാത്ത് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഒരു പ്രൊജക്ടൈൽ ഓൾവേസ് എന്ത് പാത്തേ ഫോളോ ചെയ്യത്തുള്ളൂ? പാരാബോളിക് പാത്ത് മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയില്ലോടാ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു കൊടുത്തിട്ടാണ് നമ്മൾ എറിയുന്നത്. എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മൾ ആ പറമ്പിൽ കുറച്ച് ദൂരം അപ്പുറം എന്ത് ചെയ്യും? അത് വന്നിട്ട് വീഴും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് നമ്മൾ എറിയുന്നത്. അത് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് യു കോസ് തീറ്റ ആൻഡ് വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് യു സൈൻ തീറ്റ. സോ ഐ എം റെപ്രസെന്റിംഗ് ഇറ്റ് ആസ് യു വൈ ആൻഡ് ദിസ് ഇസ് യു എക്സ്. ഓക്കെ അല്ലെ? അവ എക്സ് കമ്പോണന്റ് കിട്ടി. അതായത് മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ മുന്നോട്ടേക്ക് പോകുന്ന ഡിസ്റ്റൻസിന് കാരണക്കാരനാണ് ദിസ് എക്സ് കമ്പോണന്റ്.
ഉയരത്തിൽ പോകുന്നതിനുള്ള കാരണക്കാരനാണ് യു സൈൻ തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ അല്ലെ, വെർട്ടിക്കൽ കമ്പോണന്റ് ആൻഡ് നമ്മുടെ എക്സ് കമ്പോണന്റ് നമുക്ക് എന്ത് പറയാം, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയാം. ഇനി ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, അവിടുത്തെ ആകെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, അവിടെ ആ ഒരു പ്രൊജക്ടൈലില് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആരായിരിക്കും, ഗ്രാവിറ്റി ആയിരിക്കും. അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, അവിടെ ഉള്ള ഒരേ ഒരു ഇൻഫ്ലുവൻസ് ഗ്രാവിറ്റിയുടെ മാത്രമാണ്. ആൻഡ് അത് ഫോളോ ചെയ്യുന്ന പാത്ത് അല്ലെങ്കിൽ അതിന്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് പരാബോളിക് ആയിരിക്കും. ആൻഡ് നമ്മളൊരു ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് യു പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ രണ്ട് കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. വൺ ഇസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ദാറ്റ് ഇസ് യു കോസ് തീറ്റ. വൺ ഇസ് വെർട്ടിക്കൽ കമ്പോണന്റ്, ദാറ്റ് ഇസ് യു സൈൻ തീറ്റ. ആൻഡ് ഓൾസോ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്, ഓക്കെ, അറ്റ് ഹയസ്റ്റ് പോയിന്റ് യു സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ അല്ലെ, മാക്സിമം ഹൈറ്റ്, അതായത് നമ്മുടെ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോണോ ബോളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ പ്രൊജക്ടൈലിന് മാക്സിമം പോകാൻ പോകുന്ന ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി ആ സമയത്ത് യു സൈൻ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 0 ആയിരിക്കും. ക്ലിയർ അല്ലടാ? യെസ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി കേട്ടോ. യു സൈൻ തീറ്റ മനസ്സിലായി, യു കോസ് തീറ്റ ഒക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ടൈം ഓഫ് ലൈറ്റ്. ഓക്കെ, ടൈം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു യു വെലോസിറ്റി കൊടുത്തിട്ട് നമ്മളൊരു കല്ല് എറിഞ്ഞില്ലേ, ആ കല്ല് അവിടെ എത്തൂല്ലേ, ഒരു സ്ഥലത്ത് വന്ന് വീഴൂല്ലേ, അതിന് വേണ്ടി എടുത്ത ടോട്ടൽ ടൈം. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇങ്ങനെ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു കറക്റ്റ്, അതായത് ഇതിന്റെ മാക്സിമം പോയ പോയിന്റിൽ നിന്ന് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. സോ യു വെലോസിറ്റിയിലല്ലേ ഇവൻ പോയത്, അപ്പം ഇതാണ് ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലെ, മാക്സിമം ഹൈറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ടൈം ഓഫ് അസെന്റ് which is equal to time of descent എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തിയ സമയം തന്നെയാണ് ഇവിടെ നിന്ന് താഴത്തോട്ട് പോകാനായിട്ടും, അതായത് ഹാഫ് ഡിസ്റ്റൻസ്, ഹാഫ് ഹൈറ്റ് വരെ പോകാനായിട്ട് ഇതെടുത്ത സമയം തന്നെയാണെന്ന് പറയുന്നത്. അതിനുശേഷം അത് താഴത്തോട്ട് വീഴാനായിട്ടും എടുത്ത സമയം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുവാണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മുതൽ ഇവിടെ വരെ എത്താനായിട്ട് ആവശ്യമായിട്ടുള്ള സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, which is equal to 2t. ഓക്കെ അല്ലെ, ടൈം ഓഫ് ഫ്ലൈറ്റ് which is equal to 2t. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടി കണ്ടുപിടിക്കാലോടാ, ടി കണ്ടുപിടിക്കാലോ. അങ്ങനെ ടി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ തുടങ്ങുവാണ്. v is equal to u plus at. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചതല്ലേ, മോഷനിന്റെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതല്ലേ. സോ v is equal to എന്തായിരുന്നു, u plus at. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വി എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ നമുക്ക് എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് പോകാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്ന ആരാണ്, യു സൈൻ തീറ്റയാ അല്ലെ, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് കാരണക്കാരൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിന്റെ വാല്യൂ എനിക്കറിയാം, ദാറ്റ് ഇസ് 0. അതായത് യു സൈൻ തീറ്റയുടെ വാല്യൂ അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇസ് 0. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു സൈൻ തീറ്റ അല്ലെ പ്ലസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ എന്ന് പറയുന്നത് which will be equal to minus g അല്ലെ. സോ ഞാൻ കൊടുത്തു, ഇവിടെ പ്ലസിന് പകരം ഞാൻ എന്താ കൊടുക്കുന്നത്, മൈനസ് കൊടുക്കുവാണ്. സോ ദാറ്റ് വിൽ ബി മൈനസ് gt. ഇതാണ് എന്റെ ഫസ്റ്റ് ഹാഫ്. ഓക്കെ, ഇവിടെ വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയം. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം യു സൈൻ തീറ്റ which is equal to gt. സോ എനിക്ക് എങ്ങനെ എഴുതാം, യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി വിച്ച് ഇസ് ഈക്വൽ ടു ടി. അതായത് ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ആണ്. ആൻഡ് ടി 2t വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ടേക്കൺ അല്ലെ, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി വിച്ച് ഇസ് ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹെൻസ് ദ ഇക്വേഷൻ കിട്ടി നമുക്ക്. ഓക്കെ അല്ലെ. സോ ഇതിന്റെ ഡെറിവേഷൻ അത്യാവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, പ്രൊജക്ടൈൽ മോഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൊറിസോണ്ടൽ റേഞ്ച്. അതായത് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നും അപ്പുറത്തെ പറമ്പിൽ എവിടെ വരെ അത് എത്തി എന്ന് അറിയേണ്ടടാ. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് r. സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. നമ്മുടെ ഹൊറിസോണ്ടൽ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് കാരണക്കാരൻ ആരാണ്, യു കോസ് തീറ്റ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് തുടങ്ങുകയാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ അല്ലെ. സോ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്ന ആരാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റയാണ്. ഓക്കെ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആരാണ്, r ആണ്. ഡിവൈഡഡ് ബൈ ഇതിന് വേണ്ടി എടുത്ത സമയം, അതായത് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഇത് വീണ സ്ഥലം വരെയുള്ള സ്ഥലം വരെ പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ ടി ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു കോസ് തീറ്റ ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൽ ടു r അല്ലടാ. യു കോസ് തീറ്റ അവിടെ തന്നെ കിടക്കട്ടെ. ഓക്കെ, ടിന്റെ വാല്യൂ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ദാറ്റ് ഇസ് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇക്വേഷൻ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. ഒന്ന് നോക്കിക്കേ, 2u ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വേണ്ട 2u കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, 2u സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ ജി. അപ്പോഴാണ് ഞാനൊരു റിലേഷൻ പഠിച്ചിട്ടുള്ളത് 2 സൈൻ തീറ്റ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ.
ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞപ്പം ഈ യു സ്ക്വയറിനെ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പം എനിക്ക് എന്ത് മനസ്സിലായി? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ് നമ്മൾ ഇവിടെ പറഞ്ഞ 6 അല്ലെ. ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് ആരാ വേണ്ടിയിട്ടാണ്? ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് മാക്സിമം വരണം. ഓക്കെ, മാക്സിമം വരണമെങ്കിൽ നമുക്കറിയാം സൈൻ 2 തീറ്റാന്റെ വാല്യൂ എന്തായിട്ട് വരണം? സൈൻ 2 തീറ്റാന്റെ വാല്യൂ 1 ആയിട്ട് വരണം. അതായത് മാക്സിമം വാല്യൂ പോസിബിൾ ഇസ് യു സ്ക്വയർ ബൈ ജി ആണ്. സോ സൈൻ 2 തീറ്റ 1 വരണമെങ്കിൽ നമുക്കറിയാം സൈൻ 90 ആണ് 1. ഓക്കെ, അപ്പൊ 2 തീറ്റ നമുക്ക് കിട്ടി 90 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ അല്ലേ? സോ മാക്സിമം റേഞ്ച് പോസിബിൾ ആയിട്ടുള്ളത് ഏത് ആംഗിളിലാണ്? തീറ്റ വിച്ച് ഈക്വൽ ടു 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം ഡിസ്റ്റൻസ് അത് കവർ ചെയ്യാനായിട്ട് പറ്റും. ഈ ജാവലിൻ ഒക്കെ ത്രോ ചെയ്യുന്നവരില്ലേ, അവർ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. കാരണം മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സോ ഹൊറിസോണ്ടൽ റേഞ്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ്? മാക്സിമം ഹൈറ്റ്. എത്രത്തോളം ഹൈറ്റ് ഇവനെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നോക്കിക്കേടാ, ഇതല്ലേ നമ്മുടെ മാക്സിമം ഹൈറ്റ്. ഇത് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് അല്ലെ, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അഗൈൻ ഞാനൊരു ഇക്വേഷൻ എടുക്കുക. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലടാ. സോ വിന്റെ വാല്യൂ എന്താണ്? ഇവിടെ മാക്സിമം ഹൈറ്റ് വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെ, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ഇവിടെ കാരണക്കാരൻ. സോ എനിക്ക് ഇവിടുത്തെ യു സൈൻ തീറ്റയുടെ വാല്യൂ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇസ് ഈക്വൽ ടു 0. സോ 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്താ വരിക? ജി അല്ലേ, അത് മൈനസ് ജി ആയിരിക്കില്ല. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു മൈനസ് ജി എച്ച്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടും യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 2gh എന്ന് വരും. സോ എനിക്ക് എഴുതാം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g വിച്ച് ഇസ് ഈക്വൽ ടു ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ്. ക്ലിയർ അല്ലേ? അഗെയിൻ അടുത്ത പ്രൂഫും കഴിഞ്ഞു. അപ്പൊ നമുക്ക് പ്രൊജക്ടൈൽ മോഷനിൽ നമുക്ക് മാർക്ക് കിട്ടാനുള്ളതായി, അതായത് ഒരു ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിലും റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആൻഡ് ഓൾസോ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം ഹൈറ്റ്, അതായത് പ്രൊജക്ടൈലിന് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടി? ഇക്വേഷൻ കിട്ടി. ഇനി ഇത് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മേജർ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. സോ നോക്കിക്കേടാ, an athlete projects a javelin so as to get maximum horizontal range, then മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ, ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു യു സ്ക്വയർ ബൈ 2g ആണ് അല്ലെ. യു സ്ക്വയർ ബൈ 2g ആണ് മാക്സിമം, യു സ്ക്വയർ ബൈ ജി ആണ് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രിയിൽ നടക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ചോദിച്ചിട്ടുള്ളത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസിനെ കുറിച്ചിട്ട്, ദാറ്റ് ഈസ് യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും. സോ യു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ യു കോസ് 45 ഡിഗ്രി, ഓക്കെ, യു സൈൻ 45 ഡിഗ്രി. ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ എന്താണ്? സെയിം അല്ലേ. സോ നമുക്ക് പറയാം എന്താണ്? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ വെലോസിറ്റീസ് ആർ ഈക്വൽ, ഹെൻസ് ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഹിന്റ് എന്താണ്? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് തന്നിട്ടുണ്ട്. അടുത്തത്, എ ക്രിക്കറ്റ് ബോൾ ഇസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ല, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് 28 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്, ആൻഡ് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട് 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. എബൌവ് ദി ഹൊറിസോണ്ടൽ കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ടേക്കൺ ബൈ ദി ബോൾ. അപ്പോൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്തത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലെ. അതിൽ നമുക്കറിയാം ഇവിടെ യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 28 ആണ്, ആൻഡ് സൈൻ സ്ക്വയർ തീറ്റന്റെ വാല്യൂ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്. ജിന്റെ വാല്യൂ നമുക്ക് 10 എടുക്കാം അല്ലെങ്കിൽ 9.8 എടുക്കാം, ആൻഡ് ഫൈനലി we will get the result as 10 meter. Next is time of flight, which is equal to 2u sin theta divided by g. Okay, 2u sin theta divided by g. Again, u ന്റെ വാല്യൂ നമുക്കറിയാം, തീറ്റയുടെ വാല്യൂ അറിയാം, g ന്റെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കിട്ടി. അടുത്തത്, in a normal projectile motion what will be the angle of projectile to get the horizontal range maximum? നമ്മൾ പ്രൂവ് ചെയ്തതാണ് 45 ഡിഗ്രി അല്ലേ. r is equal to u square sin 2 theta divided by g ആണ്. സോ sin 2 തീറ്റന്റെ വാല്യൂ 1 വരുമ്പോഴാണ് മാക്സിമം കിട്ടുന്നത്. സോ ദാറ്റ് വാല്യൂ is u square by g ആണ്. സോ sin 2 തീറ്റ 1 വരണമെങ്കിൽ നമുക്കറിയാം sin 2 തീറ്റന്റെ അവിടെ 90 ഡിഗ്രി വന്നാൽ മാത്രമേ നടക്കുള്ളൂ. സോ 2 തീറ്റ is equal to 90, hence theta is equal to 45 degree. Next question, calculate the maximum height reached by a projectile if it covers the maximum range. Okay, maximum range cover ചെയ്യാണെന്നുണ്ടെങ്കിൽ, maximum range cover ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, maximum range എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് എന്ത് ആംഗിളിലാണ്? 45 ഡിഗ്രിയിലാണെന്നുള്ളത് നമുക്ക് പറയാം. അതാണ് ഇവിടുത്തെ ഹിന്റ്. ഇനി മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ h is equal to u square sin square theta divided by 2g അല്ലേ. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? u square sin square 45 degree divided by 2g എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോടാ? സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ? ആൻസർ കിട്ടി.
അടുത്താണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അതായത് സർക്കുലർ മോഷൻ നമുക്കറിയാം അല്ലെ, സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ് അല്ലെ. സോ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോഴത്തേനും യൂണിഫോം സർക്കുലർ മോഷൻ ആയി. അത് എന്തുകൊണ്ടാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്? ഒന്നുമില്ലടാ, അതായത് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റിനെ കേന്ദ്രീകരിച്ചിട്ട് സർക്കിൾ ഷേപ്പിൽ വട്ടം കറങ്ങുന്നു. ഓക്കെ, അതാണ് സർക്കുലർ മോഷൻ. ആ വട്ടം കറങ്ങുന്നത് കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ, ഓക്കെ, കോൺസ്റ്റന്റ് സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. ഓക്കെ അല്ലെ, യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. ആൻഡ് വി വിൽ ബി ഹാവിംഗ് എ സെന്റർ ഓഫ് റെഫറൻസ് പോയിന്റ്, റേഡിയസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ദ പാർട്ടിക്കിൾ, അത് ഇങ്ങനെ കറങ്ങുന്നു. ആൻഡ് ഇത് കറങ്ങുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. When a particle moves in a plane such that its distance from the center from the reference point remains constant, then its trajectory or locus is called a circle. The motion is called circular motion. And if the speed of the object is constant, then we can say that it is uniform circular motion. ഇനി നമ്മൾ നേരത്തെ ലീനിയർ മോഷൻ പറയുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ പറയുമ്പോൾ സർക്കുലർ മോഷനിലോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആവും അല്ലെ. ഇപ്പൊ പോയിന്റ് എയിൽ നിന്നും ബിയിലോട്ട് ഇത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, യെസ് തീറ്റ ടു ആംഗിൾ, അല്ലെങ്കിൽ സോറി ഡെൽറ്റ തീറ്റ ആംഗിൾ ഇവിടെ എന്തായി, ഡിസ്പ്ലേസ്ഡ് ആയി. സോ ഇവിടെ നമ്മൾ പറയാം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടും എന്താണ്, ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, അതേപോലെ തന്നെ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് വരിക, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ അല്ലെ, റേഡിയൻ പെർ സെക്കൻഡ്. സോ അത് കിട്ടിയില്ലോടാ. സോ നമുക്ക് കിട്ടി എന്താണ്, ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി അടുത്തതാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് തിരിച്ച് ഇത്രയും വരാനായിട്ട് ആവശ്യമായിട്ടുള്ള സമയം. സോ നമുക്കറിയാലോടാ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സ്പീഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ചെയ്യണം അല്ലെ. സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സർക്കിൾ അല്ലേ. സോ ദാറ്റ് വിൽ ബി 2πr അല്ലെ. ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2πr ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇവിടെ എന്തായിരിക്കും, ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. സോ ഇവിടെ ആംഗുലാർ വെലോസിറ്റി എല്ലാം നമ്മൾ എഴുതുക വി ആണ് എഴുതുക. പക്ഷെ വിയും ആറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ അല്ലെ, വിയും ആറും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു കാണുന്ന ഒരു റിലേഷൻ. ഇതെങ്ങനെയാ വരുന്നത്, നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേടാ, ഇതിനെ ഞാൻ പി എന്നും വിളിച്ചു, ഇതിനെ ഞാൻ ക്യൂ എന്നും വിളിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ തീറ്റയ്ക്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം തീറ്റ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആർക്ക് ബൈ ഡിസ്റ്റൻസ് ആണ് അല്ലെ, ആർക്ക് ബൈ റേഡിയസ് ആണ്, സോറി ആർക്ക് ബൈ റേഡിയസ് ആണ്. സോ ആർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പി ക്യൂ ഡിവൈഡഡ് ബൈ എന്താണ്, റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ആർ എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ അല്ലെ, പി ക്യൂ ബൈ ആർ എന്ന് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വളരെ ചെറുതാണെന്ന് വിചാരിക്കും. ഓക്കെ, വളരെ ചെറിയ ആംഗിൾ ആണ് തീറ്റ എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡി തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, സംതിങ് ലൈക്ക് എ സ്ട്രേറ്റ് ലൈൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ എന്ത് വിളിച്ചു, ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ അല്ലെ, ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. അതിനെ ഞാൻ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യും വെൻ തീറ്റ ഇസ് വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ തീറ്റയ്ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് കൊടുക്കാം. ആൻഡ് ഇവിടെ ഒരു ഡെൽറ്റ ടിയും കൂടി ഉണ്ട്. സോ എനിക്ക് കിട്ടും എന്താണ്, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ആർ ഡെൽറ്റ ടി എന്ന് വരും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്താണ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി അല്ലേ. സോ എനിക്ക് എഴുതാം വി ബൈ ആർ അല്ലെ, ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി എനിക്ക് എങ്ങനെ എഴുതാം, ആർ ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലോടാ. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിലേഷൻ ലീനിയർ ആൻഡ് ആംഗുലർ വെലോസിറ്റീസ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും കേട്ടല്ലോടാ. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതാണ് നമ്മുടെ യെസ് നമ്മൾ പ്രൂവ് ചെയ്തു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഒരു പോയിന്റ് ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വട്ടം കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ വട്ടം കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവും. ദാറ്റ് ഇസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ അല്ലെ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ടാവും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് വിൽ ബി ഓൾവേസ് റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും. ഓക്കെ, റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ വരുന്നത്. അതായത് ഓൾവേസ് ടുവേർഡ്സ് ദി റേഡിയസ് അല്ലെങ്കിൽ സെന്റർ. ഓക്കെ, ഓൾവേസ് ടുവേർഡ്സ് ദി സെന്റർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റേഡിയലി ഇൻവേർട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി in uniform circular motion, that is nothing but എന്താണ്, centripetal acceleration. Okay അല്ലേ, and we can write it as centripetal acceleration as v square by r.
ഓക്കെ അല്ലേ, v സ്ക്വയർ ബൈ ആർ. അതിന്റെ യൂണിറ്റ് ആയിട്ട് എങ്ങനെ എഴുതാം, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോടാ ഒമേഗ ഇസ് ഈക്വൽ ടു v ബൈ ആർ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ v ബൈ ആറിന് ഞാൻ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോടാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, യെസ് ഇവിടെ എനിക്ക് കിട്ടും എന്താണ് ഒമേഗ സ്ക്വയർ ആർ എന്ന് എനിക്ക് ഇക്വേഷൻ കിട്ടും. സോ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയുടെയും ടേമിൽ നമ്മൾ എന്ത് ചെയ്തു, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എഴുതി. ഇനി അടുത്തത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് ഇക്വേഷൻ നമ്മൾ എഴുതി ഒമേഗ സ്ക്വയർ ആർ വിച്ച് ഇസ് ഈക്വൽ ടു v സ്ക്വയർ ബൈ ആർ. ആൻഡ് നമ്മൾ പറഞ്ഞല്ലോടാ ദിസ് ഇസ് ഓൾവേസ് റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇവിടെ നമുക്കറിയാം ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് അവിടെ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഒരു ടാൻജന്റ് വരച്ചാൽ മതി. സോ ഓരോ പോയിന്റിലും എന്തായിരിക്കും, ഇതിന്റെ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ. സോ ഇവിടെ ഉണ്ടാകുന്ന ഈ ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡ് ആണ് അല്ലെ, കോൺസ്റ്റന്റ് സ്പീഡ് ആണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഇസ് കംപ്ലീറ്റ്ലി because of the change in direction of the velocity അല്ലെ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, ആക്സലറേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലെ, ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഓൾവേസ് എന്താണ്, റേഡിയലി ഇൻവേർട്സ് ആണ്. ആൻഡ് വെലോസിറ്റിയും ആക്സലറേഷനും ഓൾവേസ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലെ, വെലോസിറ്റിയും ആക്സലറേഷനും ഓൾവേസ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇക്വേഷൻ നിങ്ങൾ രണ്ട് ഇക്വേഷൻ, അതായത് ഇൻ ടേംസ് ഓഫ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഇൻ ടേംസ് ഓഫ് ലീനിയർ വെലോസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കേട്ടല്ലോടാ. യെസ്, ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. എ സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിംഗ് 80 സെന്റിമീറ്റർ ഓക്കെ ആൻഡ് ലോങ് വേൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ, അതായത് ഇങ്ങനെ ഒരു വട്ടം കറക്കുവാണ്. അപ്പൊ നമുക്കറിയാം ആ വട്ടത്തിന്റെ റേഡിയസ് എന്തായിരിക്കും, ഇതിന്റെ ലെങ്ത് ആയിരിക്കും, ദാറ്റ് 0.8 മീറ്റർ അല്ലേ. യെസ്, ഇനി അത് കോൺസ്റ്റന്റ് സ്പീഡ്, ദാറ്റ് മീൻസ് എന്താണ്, ദിസ് ഇസ് എ യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ, ദിസ് 90 ഡിഗ്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു. Next question. If the stone makes 14 revolutions in 25 seconds, what is the magnitude of acceleration of the stone എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 14 revolutions in 25 seconds ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ആക്സലറേഷന്റെ ഇക്വേഷൻ എന്താണ്, ഒമേഗ സ്ക്വയർ ആർ ആണ്. ഓക്കെ, ഒമേഗയും അതേപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ അറിയാം, എന്താണ് 2πf അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി അല്ലേ. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് 14 revolutions in 25 seconds. ഓക്കെ, സോ ഒമേഗ വിൽ ബി ഈക്വൽ ടു 2π ഇൻറ്റു എന്താണ് 14 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എ സി വിൽ ബി ഈക്വൽ ടു എന്താണ്, ദിസ് വാല്യൂ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 0.8 ആണ്, 80 സെന്റിമീറ്റർ ആണ്. സോ ദിസ് വിൽ ബി 0.8 മീറ്റർ യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. സോ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ജ്ഞാനങ്ങളും അതേപോലെ തന്നെ കുറച്ച് എന്താ പറയാ സംശയങ്ങളൊക്കെ മാറിക്കാണും. പക്ഷെ ഇനിയും സംശയങ്ങൾ ഉണ്ടാവും, ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഡിസംബർ 18-നാണ് നമ്മുടെ ഫിസിക്സിന്റെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി എക്സാംസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസംബർ 18 വരെ ഫിസിക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. വിത്ത് റെസ്പെക്ട് ടു നിങ്ങൾ ഏതൊക്കെയാണോ എക്സാംസ് വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസ് ആയിരിക്കും. സോ നമ്മുടെ ലൈവ് സെഷനിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട് മക്കളെ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു വാക്യം പറയാനുള്ളൂ, എന്താണ്, യെസ് ഇവിടെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ എഫേർട്സ് കുറച്ച് വേണം, നിങ്ങളുടെ ഇൻപുട്സ് കുറച്ച് വേണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തവണ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ച് വെക്കേഷൻ അടിപൊളിയാക്കാനും പറ്റും. സോ മക്കളെ, നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.